നമുക്ക് കഴിഞ്ഞ വീക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിലും ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ വീക്ക് ഞാൻ കുറച്ചും കൂടി മേലോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിലേക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് വന്നിട്ട് പിന്നെ ഡൗൺ സൈഡായിരുന്നു പ്രതീക്ഷ, പക്ഷേ ഡൗൺ സൈഡാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഒരു ഡെയിലി FEG ഉണ്ടായിരുന്നു. ഈ ഒരു ഡെയിലി FEG എന്നാണ് റിയാക്ഷൻ തന്നത്. മേലോട്ട് പോയിട്ടില്ല, ഇവിടെ നിന്ന് കിട്ടി. കുറേ കാലം ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് താഴോട്ട്. ഈ ഈ ഒരു ഈ ഒരു ക്യാൻഡിൽ ഞാൻ കുറേ കാലമായി വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇനി ഡൗൺ സൈഡിലുള്ള ട്രേഡ്സ് നോക്കാം. ഡൗൺ സൈഡ് ട്രേഡ് നമുക്ക് ഈ ഒരു ഏരിയ വരെ 4433 റേഞ്ച് വരെ ഒരു ഡൗൺ സൈഡ് നോക്കാം. അതിന് ശേഷം അതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ട്രേഡ് നോക്കുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീക്കിൽ പോകാൻ ചാൻസ് ഉള്ള സ്ഥലം പറയാം. ഞാൻ ബുധനാഴ്ച ഇപ്പോൾ വീഡിയോ ഇടാത്തത് എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ്, അതാണ് ബുധനാഴ്ച വീഡിയോ വരാത്ത. അപ്പം നെക്സ്റ്റ് വീക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു 4 hour OB ഉണ്ട്. മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് ഡൗൺ സൈഡ് പോകാനാണ് ചാൻസ്. പിന്നെ നോക്കേണ്ട ഏരിയ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ അതും ഒന്ന് നോക്കുക. അവിടുന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുമെന്ന്, പക്ഷേ ചെറിയൊരു ഷോർട്ട് ടേം ബെയറിഷ്നെസ് കാണിക്കാം. മാർക്കറ്റ് ചിലപ്പം ഇങ്ങനെയായിരിക്കും പോവുക. ഇവിടുന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് താഴ്ട്ട് വന്നതിന് ശേഷം പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയിട്ട് നമുക്ക് വേണ്ട മൊമെൻറ്റം താഴോട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയ വരെയാണ് ഞാൻ ഇപ്പം മാർക്കറ്റ് പോകുന്ന പ്രതീക്ഷിക്കുന്നത്. 1 hourൽ ഏതെങ്കിലും ഏരിയ ഉണ്ടോ നോക്കാം. 1 hourലും പ്രത്യേകിച്ച് ഏരിയ അല്ല. ഈ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് ഉള്ളത് വേറെ. അപ്പോൾ ഈ 2 ഏരിയയും നെക്സ്റ്റ് വീക്കിലേക്ക് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് GBP നോക്കാം. GBPയും യൂറോൻ്റെ ചാർട്ട് പോലെ തന്നെയാണ്. ഡൗൺ സൈഡ് മൊമെൻറ്റമാണ്. ഈ ഒരു ലോ വരെ ഞാൻ നോക്കും, മാർക്ക് ചെയ്യാം. ഈ ഒരു ലോ GBPയിൽ ഞാൻ കുറച്ചും കൂടി ഹൈയിലോട്ട് പോകുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് പോയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നു. GBPയിലും ഉള്ള ഏരിയ ഈ ഒരു 4 hour OB ആണ്. ഈ ഒരു ഏരിയ ആണ്. GBPയിൽ വേറെ ഏരിയ അല്ല, ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് മേലോട്ട് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ നോക്കിയിട്ട് താഴോട്ട് ഈ ഒരു ഏരിയ വരെ ട്രേഡ് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മേലോട്ടുള്ള ലോങ് ട്രേഡ്സ് നോക്കാം. പറഞ്ഞെന്നുള്ളൂ, ഒരു 5 മിനിറ്റിലൊക്കെ ലോങ് ട്രേഡ്സ് നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഉള്ളത് ഗോൾഡ് നോക്കാം. ഗോൾഡിൽ ലാസ്റ്റ് വീക്ക് എനിക്ക് വലിയ ട്രേഡ്സ് കിട്ടിയിട്ടില്ല. ഒരു ട്രേഡ് എങ്ങാണ്ടേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഗോൾഡിൽ ഡെയിലി ചാർട്ട് ഒന്ന് പറയാം. ഡെയിലി ചാർട്ടിൽ നമ്മളൊരു 6.8 ലെവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഗോൾഡ്. ഈ ഒരു 6.618 ലെവലിൽ എത്തിയതിന് ശേഷമാണ് നമുക്കൊരു ഡൗൺ സൈഡ് മൊമെൻ്റ് ഇപ്പോൾ തന്നത്. ആ ഒരു പോക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ എന്തായാലും പോകേണ്ടതാണ്. അപ്പം ഷോർട്ട് വ്യൂ തന്നെയാണ് നെക്സ്റ്റ് വീക്കിലേക്ക് ഉള്ളത്. ഷോർട്ട് വ്യൂവിൻ്റെ ഏരിയ ഈ ഒരു 4 hour OB തന്നെ. എല്ലാത്തിലും 4 hour OB ആണ്. 1 hour നോക്കുമ്പം ഇതൊരു ഇല്ല, ഇത് തന്നെ മാർക്കറ്റ്. ഇതിലും മേലോട്ട് പോവുക, ഒരു ട്രേസ്മെൻറ്റ് കിട്ടുന്നത് നോക്കുക, താഴോട്ട് ട്രേഡ് നോക്കാം.
അല്ലെങ്കിൽ ന്യൂസ് വന്നാലേ ഉള്ളൂ. ഇനിയിപ്പം യുദ്ധം നിർത്തുക എന്നുള്ള ന്യൂസ് വന്നാൽ മാത്രമേ ഗോൾഡിലും യൂറോയിലും ഒക്കെ ബയസ് മാറുള്ളൂ. ഇപ്പം എല്ലാത്തിലും ബെയറിഷ് ബയസ് ആണ്. ബുള്ളിഷ് ബയസ് ആവണമെങ്കിൽ യുദ്ധം നിർത്തുന്ന ന്യൂസ് വേണം. യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്ന ന്യൂസ് കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് പെയർ നാസ്ഡാക്ക്. നാസ്ഡാക്ക് അത്യാവശ്യം നല്ല, ഞാൻ നാസ്ഡാക്ക് ട്രേഡ് എടുക്കാറില്ല കുറച്ച് കാലമായിട്ട്. ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് അനാലിസിസ് ചെയ്യലുണ്ട്. കഴിഞ്ഞ വീക്ക് നമ്മൾ ഈ ഏരിയയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എന്നിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇങ്ങോട്ട് എത്താണ്ട് തന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഇപ്പം അത്യാവശ്യം നല്ല ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം താഴോട്ട് തന്നിട്ടുണ്ട്. ഞാൻ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ വരെ ട്രേഡ് എടുക്കാൻ, ഈ ഒരു ലോ വരെ ഞാൻ ട്രേഡ് നോക്കുള്ളായിരുന്നു. പക്ഷെ നല്ല മൊമെൻറ്റം കിട്ടിയത് കൊണ്ട് ചിലപ്പം നമുക്ക് അതിൻ്റെ താഴോട്ടും കൂടി നോക്കാം. ഈ ഒരു റേഞ്ച് റിസ്ക് അത്ര പോകുന്നു തോന്നുന്നില്ല. ഡെയിലിയിൽ ഏതുണ്ടോ? ഡെയിലി വരെ ഈ ഒരു ഏരിയ വരെ ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ചെറിയ ഒരു മേലോട്ട് റിട്രേസ്മെന്റ് വന്നതിന് ശേഷം താഴോട്ട് ട്രേഡ് നോക്കാം. ഇതിന് പറ്റിയ ഏരിയ ഇത് അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ. ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി, ചിലപ്പം കുറച്ചുകൂടി മേലോട്ട് പോകും. ഈ ഒരു റേഞ്ച് വരെ പോയതിന് ശേഷം താഴോട്ട് ട്രേഡ് നോക്കാം. ഈ ഒരു റേഞ്ചിൽ പോയതിനു ശേഷം താഴോട്ട് ട്രേഡ്. ഇനി അടുത്തത് DXY ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ യൂറോ പറഞ്ഞു, DXY ഓവർ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും DXYയിലും നമ്മൾ ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വരണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് വന്നില്ല. ഡയറക്റ്റ് അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ തന്നെ. നമ്മൾ ആ ഒരു ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഞാൻ ഈ അനാലിസിസ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ച് വരെ ഈ കൊല്ലത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും എത്തേണ്ടതാണ്. നോക്കാം എത്തുമോ. എന്തായാലും ഈ ഒരു ഹൈ വരുന്ന ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ, ടു വീക്സിൽ നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ അടിക്കുമായിരിക്കും. ഒരു 2 വീക്സ് 3 വീക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹൈ എന്തായാലും എടുക്കും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി DXYയിൽ ബുള്ളിഷ് ട്രേഡ്സ് ആയിരിക്കും. മീൻസ് യൂറോ USDയിലൊക്കെ ബാരിഷ് ട്രേഡ്സ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. പിന്നെ കൺഫർമേഷനൊക്കെ കിട്ടിയിട്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ ലോങ്സും നോക്കുന്നുണ്ടോ യൂറോ USDയിൽ. DXYയിലും ഈ ഒരു ഏരിയ തന്നെയാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഈ 2 ക്യാൻഡിൽ ആക്കിയെടുക്കാം. ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം മേലോട്ട് ട്രേഡ്സ് നോക്കാം. അപ്പം അത്രേ ഉള്ളൂ നമ്മൾ അനാലിസിസ് വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു.